വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ പാനൽ കട്ട് കുർത്തിയാണ് ചെയ്തെടുക്കുന്നത്. 6 പാനലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 3 പാനൽ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്ത് 3 പാനൽ, അങ്ങനെ 6 പാനലായിട്ടാണ് ഈ ഒരു കുർത്തി കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ നെക്കിൽ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പ്രിൻറ്റഡ് പീസ് വെച്ചിട്ട് ഒരു പാച്ച് വർക്കും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രിൻറ്റഡ് പീസ് ഞാൻ 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിലുള്ള അജ്രക്കിൻ്റെ പീസ് ഞാനൊരു 1/4 മീറ്ററോ 1/2 മീറ്ററോ മതിയാവും. നമുക്കത് ബാക്കി വന്ന പീസിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ മാത്രം ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്, സ്കേർട്ട് പാർട്ടിലേക്ക് ലൈനിങ് വെക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഞാൻ ഇതേപോലെ 4 ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തെ പീസിലേക്കും ബാക്ക് ഭാഗത്തെ പീസിലേക്കും വേണ്ടിയിട്ടാണ് 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എനിക്ക് 15 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷോൾഡർ ഞാനിവിടെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 15 ഇഞ്ചാണ് അതിൻ്റെ നേർപകുതി, 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്നതിൻ്റെ മേൽഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കണം. ഈ ഒരു ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. 1 ഇഞ്ച് ടക്സ് ഇടുന്നതിന് വേണ്ടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഇഞ്ചാണ് സീം അലവൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ടൊരു 4 ഇഞ്ച് ടക്സിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടക്സിൻ്റെ ലെങ്ത്തും 4 ഇഞ്ച് തന്നെയാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് 1/2 ഇഞ്ച് മേലോട്ടേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ഇനി ആം ഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കണം. അതിന് ഈ ഒരു 3 പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. നമ്മൾ ഈ വരച്ചെടുത്തിരിക്കുന്നതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നെക്കാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് വശത്ത് യു ഷേപ്പിൽ തന്നെയാണ് നെക്ക് കൊടുക്കുന്നത്. ഇവിടെ നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് വശത്തെ നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് വശത്തെ നെക്ക് നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഫ്രണ്ട് ഭാഗത്തെ നെക്കിൽ ഒരു പാച്ച് വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള നെക്കാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താഴെ ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ടൊരു 4 ഇഞ്ച് വീതി വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ബാക്കി ഭാഗത്തേക്ക് മുഴുവനും നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചോളം വരുന്നുണ്ട്. ഇവിടെ മേൽഭാഗത്ത് 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴെ ഭാഗത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. അങ്ങനെ നെക്ക് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടക്സിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിലേക്ക് യു ഷേപ്പിൽ തന്നെയാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കുറച്ചും കൂടി വീതി ഈ ഒരു നെക്കിന് വേണം എന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ പുറത്ത് ഭാഗത്തു കൂടി ഒന്ന് കേർവ് ചെയ്തിട്ട് വരച്ചിട്ട് നല്ല യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ നോർമൽ നെക്ക് എന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ച് നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു ലെങ്ത്തിലേക്ക് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള അജ്രക്കിൻ്റെ മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടൊരു പാച്ച് വർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ മെയിൻ ഫാബ്രിക്കും കൂടി കട്ട് ചെയ്ത് വെക്കാം. ഇതേപോലെ ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ സ്കേർട്ട് പാർട്ട് 6 പാനലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
തുണി ഞാനിവിടെ 4 ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഫോൾഡഡ് സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരത്തക്ക രീതിയിൽ തുണി ഇതേപോലെ 4 ആയിട്ട് മടക്കി എടുത്ത് കൊടുക്കും. ഇവിടെ എനിക്ക് ടോട്ടൽ കുർത്തിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 50 ഇഞ്ചാണ് വേണ്ടത്. നമ്മൾ ബോഡി പാർട്ട് 15 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് 35 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോഡി പാർട്ടിൻ്റെ കൂടെ 1 ഇഞ്ചാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സ്കേർട്ട് പാർട്ടിൻ്റെ കൂടെ 2 ഇഞ്ചാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 35ൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 37 ഇഞ്ചിലാണ് സ്കേർട്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് എനിക്കിവിടെ 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 11 ഇഞ്ചാണ് എനിക്കിവിടെ വേണ്ടത്. അപ്പോൾ ആ ഒരു 11 ഇഞ്ചിൽ 3.5 ഇഞ്ച് ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ഉള്ളോട്ടേക്ക് നീക്കിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പാനൽസൊക്കെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി തയ്യൽ തുമ്പും കൂടി വേണം. അതും കൂടി ചേർത്തിട്ടാണ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അവിടെ നിന്നും സ്ട്രൈറ്റ് ആയിട്ട് 4.5 ഇഞ്ചിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു 11 ഇഞ്ചിൽ 3.5 കഴിഞ്ഞ ബാക്കി വരുന്ന ഭാഗം അടിവശത്തോട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും അടിഭാഗത്ത് ഓപ്പൺ സൈഡിൽ നിന്നും ഉൾഭാഗത്തേക്കായിട്ട് ഈ 3.5 കഴിഞ്ഞ് ബാക്കി വരുന്ന 7.5 ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടിവശത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിൻറ്റും മുകൾ ഭാഗത്ത് നമ്മൾ സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചെടുത്തിരിക്കുന്ന ആ ഒരു പോയിൻറ്റും ചേർത്ത് ചരിച്ച് വരച്ചു കൊടുക്കാം. മാർക്ക് ചെയ്തിട്ടുള്ള ഇതേ സ്ട്രൈറ്റ് ലൈൻ വഴി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഈ ഒരു സൈഡ് പീസസിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ആ ഒരു ചരിഞ്ഞ ഭാഗത്തോട് ചേർത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ ഒരു പീസിൻ്റെ അടിഭാഗം മുകൾ ഭാഗത്തേക്കാക്കിയിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഈ ഒരു സൈഡിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മുകൾ ഭാഗത്ത് 2 പീസും ജോയിൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. സൈഡ് പീസസിൻ്റെ അടിവശവും ഇതേപോലെ ജോയിൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും അടിവശത്തേക്ക് ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ടാവും. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻട്രൽ പീസ് ഇതേപോലെ ജോയിൻ്റ് ആയിട്ടാണ് വരിക. ഈ ഒരു പീസിൻ്റെ 2 സൈഡിലായിട്ട് സൈഡ് പീസസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈഡ് പീസിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ ഈ ഒരു സെൻട്രൽ പീസുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ 3 പീസ് ജോയിൻ ചെയ്തിട്ട് ഫ്രണ്ട് ഭാഗത്തേക്കും 3 പീസ് ജോയിൻ ചെയ്ത് ബാക്ക് വശത്തേക്കുമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സെൻട്രൽ പീസിൻ്റെ നല്ല വശവും സൈഡ് പീസസിൻ്റെ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു സൈഡ് വഴിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. 4.5 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴോട്ടേക്ക് ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സിന് വേണ്ടിയിട്ട് തുണി ഞാനിവിടെ 4 ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തിയിൽ ഞാനൊരു 3/4 പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇതേപോലെ ആദ്യം 4 ആയിട്ട് മടക്കിയെടുത്തു. അതിനുശേഷം അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 17 ഇഞ്ച് ലെങ്ത്താണ് സ്ലീവിന് വേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് പഫ് സ്ലീവ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് അതിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ്ങും കൊടുക്കണം. മുകൾ ഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ലൈനിൻ്റെ താഴെ ഭാഗത്ത് നിന്നും ക്യാപ്പ് ഹൈറ്റ് ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുത്ത ശേഷം അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആ ഒരു പോയിൻറ്റും മുകൾ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റിലേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു ബോക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബോക്സിനകത്ത് ഇതേപോലെ കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് പഫ് സ്ലീവിന് വേണ്ടിയിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് വരച്ചെടുത്തിരിക്കുന്നത്. സ്ലീവ് റൗണ്ട് അടിവശത്ത് 5.5 ഇഞ്ചാണ് വേണ്ടത്. ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണോ സീം അലവൻസ് കൊടുക്കേണ്ടത് അതുപോലെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ബാക്ക് പീസിൽ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ടക്സ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് പാർട്ടാണ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നമ്മളൊരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കഴുത്തിൻ്റെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ല ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫാബ്രിക്കിൻ്റെ ഉൾവശത്താണ് ലൈനിങ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 പീസും ചേർത്ത് വെച്ച് ഇതേപോലെ 2ഓ 3ഓ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകാണ്ടിരിക്കും. ഇനി നെക്ക് സൈഡിലും ഷോൾഡറിൻ്റെ ഭാഗത്തും ആം ഹോളിൻ്റെ ഭാഗത്തും ബോഡി പാർട്ടിൻ്റെ 2 സൈഡ് വശമായിട്ട് 2 തുണിയും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം സെൻട്രൽ ഭാഗത്തെ ആ ഒരു നെക്കിൻ്റെ സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു തുണിയിൽ തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ല നമ്മൾ പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള പ്രിൻറ്റഡ് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റേതും ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെൻട്രൽ ഭാഗത്ത് ആ ഒരു നെക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മുടെ നോർമൽ നെക്കിൻ്റെ അളവിനനുസരിച്ചാണ് പാച്ച് വർക്ക് റെഡിയാക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് സെൻട്രൽ ഭാഗത്തെ ആ ഒരു പീസൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. ഇനി ഷോൾഡറിൻ്റെ സൈഡിലും ആം ഹോളിൻ്റെ ഭാഗത്തും ബോഡി പാർട്ടിൻ്റെ സൈഡ് വശത്തുമായിട്ട് ഇതേപോലെ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ഒരു ഫ്രണ്ട് പീസ് 2ആയിട്ട് മടക്കി ഇതേപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടക്സിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നെക്ക് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ലൈനിങ്ങിൻ്റെ പീസാണിത്. അത് നമ്മൾ എടുത്ത് വെക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കറക്റ്റ് അളവിൽ നെക്കിൻ്റെ പാച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇത് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 10.5 ഇഞ്ചാണ്. അത്രയും ലെങ്ത്ത് നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ നെക്കിന് വേണ്ട. ഇവിടെ എനിക്ക് നോർമൽ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അത് നമ്മൾ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. മറ്റേ സൈഡിൽ 4.5 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ആ 2 പോയിൻറ്റും ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കേർവ് ഷേപ്പിൽ വരച്ചെടുക്കുകയാണ്. ഈ ഒരു ലൈനിങ് പീസിൽ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത ശേഷം ക്യാൻവാസിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് അളവിലുള്ള പീസാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് ആവശ്യമായിട്ട് വരും. അപ്പം ഈ 2 സൈഡിൽ വശത്തും അടിഭാഗത്തും 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിതിൻ്റെ അളവിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതേപോലെ ക്യാൻവാസിൽ പേപ്പർ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ക്യാൻവാസിൽ ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത സമയത്ത് 2 സൈഡിൽ കണ്ടോ, ഈ ഒരു സൈഡ് വശത്തും അടിവശത്തും എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടുള്ള പീസിനേക്കാളും 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ എക്സ്ട്രാ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ക്യാൻവാസിൻ്റെ പീസ് പാച്ച് വർക്ക് നമ്മൾ ഏത് പീസിലാണോ കൊടുക്കുന്നത് ആ ഒരു പീസിലേക്ക് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ക്യാൻവാസ് ഈ ഒരു പീസിൻ്റെ ഉൾഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്തെടുക്കാം. ഈ ഒരു പാച്ച് വർക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അളവിൽ 2 പീസ് തുണി വേണം നമുക്ക്.
ഇതേപോലെ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള പീസിൻ്റെ അതേ അളവിൽ തന്നെ മറ്റൊരു പീസും കൂടി ഞാൻ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം കുറച്ച് ഭാഗം ഓപ്പണായിട്ട് ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബ്ലാക്ക് പ്രിൻറ്റഡ് മെറ്റീരിയലിൻ്റെ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/4 ഇഞ്ച് അളവിൽ തുണി വെച്ചിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചുറ്റിലും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഈ ഒരു ഹോൾ വഴി ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ കോർണറൊക്കെ കത്രികയുടെ അറ്റം വെച്ചിട്ട് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത്, അത് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ ബോഡി പാർട്ടിൻ്റെ നെക്ക് സൈഡിൽ ഒരു പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേ തുണി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.25 ഇഞ്ച് വീതിയാണ് ഈ ഒരു ക്രോസ് പീസിന്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ആദ്യം ഒരു 1/4 ഇഞ്ച് അളവിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ക്രോസ് പീസിൻ്റെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം തയ്യലിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഇനി ഇത് ഉള്ളിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ പൈപ്പിംഗ് പുറത്ത് കാണത്തക്ക രീതിയിൽ അതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗം കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ അടിയിൽ ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നെക്ക് സൈഡ് അളവ് കറക്റ്റാണോ എന്നുള്ളതൊന്ന് 2 സൈഡും ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഒരു സൈഡിലായിട്ട് 4.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരുന്നത്.
ഈ ഒരു പീസിൽ ഞാൻ സെൻട്രൽ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തതും ഈ ഒരു ബോഡി പാർട്ടിൻ്റെ സെൻട്രൽ ഭാഗം കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം ചുറ്റിലും ഞാൻ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചുറ്റിലും പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ അളവിൽ വ്യത്യാസം വരാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിൽ നിന്നും ഈ ഒരു പീസാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ നോർമൽ നെക്കിൻ്റെ അളവ്. ബാക്കി വരുന്ന ആ ഒരു ലെങ്ത്ത് ഈ ഒരു പാച്ച് വർക്ക് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് വഴി 1/4 ഇഞ്ച് അളവിൽ ഒരു സ്റ്റിച്ചും കൂടി ചുറ്റിലും ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള നെക്കിൻ്റെ പോർഷനിൽ ഒന്നുകിൽ മിറർ വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ചെറിയ കട്ട് ബീഡ്സോ ഷുഗർ ബീഡ്സോ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കുറച്ചും കൂടി ഭംഗിയാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ടക്സിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ ബോഡി പാർട്ടും നെക്കും നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണമായിരുന്നു. ഞാൻ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് അത് വിട്ടുപോയതാണ്. ഇനി ഇതിൻ്റെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ പഫ് സ്ലീവ് ആയിട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്ലീവിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അടിവശത്തായിട്ട് നെക്കിൽ നമ്മൾ പാച്ച് വർക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു സ്ലീവിൻ്റെ അടിവശത്ത് ഞാൻ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് വീതി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.25 അല്ലെങ്കിൽ 3 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കാരണം ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അതേപോലെ തന്നെ മറ്റേ ഭാഗം ഫോൾഡ് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് പതിപ്പിച്ചും കൊടുക്കണം. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പും കണക്കാക്കിയിട്ട് വേണം പീസ് കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പീസിൻ്റെ നല്ല ഭാഗത്ത് സ്ലീവ്സിൻ്റെ അറ്റം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പീസ് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അടിഭാഗം ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ബ്ലാക്ക് പീസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് അളവിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതും ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പതിപ്പിച്ച് കൊടുക്കണം. ഇതേപോലെ 2 സ്ലീവിൻ്റെ അടിവശത്തും ആ ഒരു ബ്ലാക്ക് കളറുള്ള പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് വരിക. ഇനി സ്ലീവ്സിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് കറക്റ്റാക്കിയിട്ട് സ്ലീവിൻ്റെ സെൻട്രൽ പോർഷൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും, അതേപോലെ തിരിച്ചു വന്നിട്ട് മറ്റേ സൈഡിലേക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
2 സ്ലീവ്സും റെഡിയാക്കി എടുത്തു. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തേക്കായിട്ട് സ്കേർട്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ 3 പാനലായിട്ടാണ് ഒരു സൈഡിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു 3 പാനലും ആദ്യം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ സെൻട്രൽ ഭാഗത്തോട് സൈഡ് പീസസ് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ സൈഡ് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പീസിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്കേർട്ട് പാർട്ടിൻ്റെ 3 പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് സെൻട്രൽ പീസ് കുറച്ച് നീളത്തിൽ കിടക്കും. അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ട് പീസിലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല, ബോഡി പാർട്ടിൽ മാത്രമാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അളവുകൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇനി സ്ലീവ്സ് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 3 പാനൽ ഫ്രണ്ട് ഭാഗത്തും 3 പാനൽ ബാക്ക് ഭാഗത്തുമായിട്ടാണ് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിവശം നല്ല വീതിയിൽ കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ രണ്ടായിട്ട് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കുർത്തി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.